വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, കോട്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻവശത്തുള്ള ചമ്പ്രോളം AUP സ്കൂളിൻ്റെ 120-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ ആഘോഷവേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും ആദ്യമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം എനിക്ക് ശേഷം ഇവിടെ സീനിയർ ടീച്ചർ റിപ്പോർട്ട് വയ്ക്കും. നമ്മുടെ വിദ്യാലയം 120 വർഷത്തോളം ഈ നാട്ടിലെ മുഴുവൻ പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും അതുപോലെ തന്നെ മറ്റു പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു ആശാകേന്ദ്രമായി പ്രവർത്തിച്ചു വരികയാണ്. ഈ വിദ്യാലയത്തിൽ നിന്നും നിരവധി വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും വളരെ നല്ല രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ മേന്മ ഉയർത്തുന്നതാണ്. ഇപ്പോഴും അതേപടി തന്നെ 120 വർഷം മുമ്പ് വിദ്യാർത്ഥികളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഓരോ കുട്ടിയെക്കുറിച്ചും വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടികളെ വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ ചർച്ചകളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളും നടത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും കേരള ഗവൺമെൻറ്റും നടത്തി വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, സർക്കാർ ഏൽപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, അവർ നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് എത്തിക്കുന്നതിന് വേണ്ടി കഠിനമായി നമ്മുടെ വിദ്യാലയത്തിലെ PTA-യും അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഉൾപ്പെടുന്ന സ്റ്റാഫും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കർത്തവ്യം സ്വാഗതം ചെയ്യലാണ്. വിദ്യാലയത്തെക്കുറിച്ചെല്ലാം റിപ്പോർട്ടിൽ പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും നമ്മൾക്കെല്ലാം സുപരിചിതരായ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിലെ മുൻ PTA പ്രസിഡന്റുമായ അതുപോലെ എൻ്റെ സുഹൃത്തുമായ ശ്രീ A. സതീഷ് അവറുകളാണ്. അദ്ദേഹത്തെ വിദ്യാലയത്തിൻ്റെ പേരിൽ, എൻ്റെ സ്വന്തം പേരിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആദ്യമായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഉദ്ഘാടകൻ സ്റ്റേജിലേക്ക് എത്തി. വളരെ സന്തോഷം. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. കൃത്യം 6 മണിക്ക് ഞാൻ സ്റ്റേജിൻ്റെ മുൻവശത്ത് എത്തും എന്ന് അറിയിക്കുകയും അതേ സമയത്ത് തന്നെ 1 മിനിറ്റ് പോലും വൈകാതെ നമ്മുടെ MLA ഈ സ്റ്റേജിലേക്ക് കയറി വന്നു. അദ്ദേഹം MLA, തരൂർ MLA ആണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ 2 മക്കൾ 3-ാം ക്ലാസ്സിലും, ഒരാൾ 3-ാം ക്ലാസ്സിലും ഒരാൾ LKG-യിലും ഈ വിദ്യാലയത്തിൽ ചേർത്തി പഠിപ്പിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അഭിമാനപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം നമ്മുടെ MLA PP സുബോധാളെ നിങ്ങൾക്ക് വേണ്ടി, ഈ വിദ്യാലയത്തിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് അവതരണം നമ്മുടെ സീനിയർ ടീച്ചർ സുധ ടീച്ചറാണ്. ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വിരമിക്കുന്ന അധ്യാപകനെ ആദരിക്കുന്നത് നമ്മുടെ കോൾമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TK ദേവദാസ് അവറാണ്. ഈ വിദ്യാലയത്തിലെ മുൻ PTA പ്രസിഡന്റായിരുന്നു. ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തെയും ഇവിടെ എത്താമെന്ന് നേരിട്ടുണ്ട്. ഉടൻ തന്നെ ഈ സ്റ്റേജിലേക്ക് കയറി വരുന്നതാണ്. അദ്ദേഹത്തെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും BPC കോൾമന്നം നമ്മുടെ വിദ്യാലയത്തിന് ആവശ്യമായ എല്ലാ
പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന BPC കോൾമന്നം ശ്രീ ആർ അഭിലാഷ് അവരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീമതി കുഞ്ഞുലക്ഷ്മി, കോൾമന്നം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഒരു ചെറിയൊരു അസൗകര്യം, ഒരു കുടുംബത്തിലൊരു മരണവുമായി ബന്ധപ്പെട്ട് എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ വിയോഗത്തിലും അവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കോട്ടായി ശ്രീമതി വി വിനിത ഇവിടെ എത്തിച്ചേരും. അവരെല്ലാം ചില പരിപാടികൾ ഇതിനു വേണ്ടി ഓടിയെത്തുകയാണ്. ഈ പരിപാടി ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഓടിയെത്തുകയാണ്. അവരെയും ശ്രീമതി വിനിത അവരുടെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡ്, നമ്മുടെ വിദ്യാലയം നിൽക്കുന്ന വാർഡ് മെമ്പർ ശശിയേട്ടൻ കഴിഞ്ഞ 3 തവണയായി വാർഡ് മെമ്പറായി നമ്മുടെ 2 തവണ ഈ വാർഡിൽ നിന്നും ജയിച്ച് നമ്മുടെ വിദ്യാലയത്തിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നേതൃത്വം കൊടുക്കുന്ന ആളാണ്. അദ്ദേഹത്തെയും എല്ലാവരുടെയും പേരിലും എൻ്റെ സ്വന്തം പേരിലും വിദ്യാലയത്തിൻ്റെ പേരിലും ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ AEO വിദ്യാഭ്യാസ ഓഫീസർ ഇവിടെ എത്താമെന്ന് പറഞ്ഞതാണ്. കുറച്ച് മുമ്പേ കുറച്ച് തിരക്കുണ്ട്, എത്താൻ കഴിയില്ല എന്ന് എന്നെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ കോൾമന്നം വിദ്യാലയങ്ങളെ മുഴുവൻ അധ്യാപകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം തരുന്ന BRC ട്രെയിനർ ശ്രീമതി ഡോക്ടർ ജെഷി ടീച്ചർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ടീച്ചറെ വളരെ സന്തോഷപൂർവ്വം എല്ലാവർക്കും വേണ്ടി സ്വന്തം പേരിലും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ PTA പ്രസിഡന്റ് എൻ്റെ സുഹൃത്തുമായ ശ്രീ മുരളീധരൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഈ വർഷമാണ് ഇവിടെ PTA പ്രസിഡന്റായത്. അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ കൂട്ടായ്മയും പ്രവർത്തനവും വിദ്യാലയത്തിൻ്റെ മുന്നേറ്റത്തിന് കൂടുതൽ സഹായമാകുന്നുണ്ട്. അതുപോലെ തന്നെ PTA കമ്മിറ്റിയും എല്ലാ ദിവസവും ഈ വിദ്യാലയം ഏതെങ്കിലും 2 PTA മെമ്പർമാർ ഈ വിദ്യാലയം എല്ലാ ദിവസവും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ PTA കമ്മിറ്റിയെ വളരെയധികം ആ PTA മെമ്പർമാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ MPTA പ്രസിഡന്റ് ശ്രീമതി വി ചിത്ര വളരെ താല്പര്യത്തോടെ തന്നെ വിദ്യാലയത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. ശ്രീമതി വി ചിത്രയെയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, കുട്ടികളുടെ പഠനകാര്യമായാലും മറ്റെല്ലാ കാര്യങ്ങളിലും എപ്പോൾ വിളിച്ചാലും എന്ത് സഹായം ചെയ്തു തരുന്ന ഇന്ന് കൊടുക്കുന്ന മുഴുവൻ ട്രോഫികളും ഏതാണ്ട് 400 കുട്ടികൾക്ക് സമ്മാനം നൽകുന്നത് ടീച്ചറിൻ്റെ വകയാണ്. സരസ്വതി ടീച്ചറെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ലക്ഷ്മണൻ സാർ എല്ലാ മാസവും ഇവിടെ വന്നു പോകാറുണ്ട്. ഇത്രയും ഇന്ന് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും സാറിനെ ഈ വേദിയിലേക്കല്ല സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ 2024-25 വർഷത്തിൽ പഠനത്തിൽ മികവ് വഹിച്ച കുട്ടികൾക്കുള്ള ട്രോഫിയും മറ്റും വിതരണം ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ക്ഷണിക്കപ്പെട്ട വിദ്യാർത്ഥികളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയും ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ PTA മെമ്പർ രാജേഷ് ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PTA മെമ്പർ സുരേന്ദ്രൻ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെല്ലാം പുറമെ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും 35 വർഷം 1990 മുതൽ 2025 വരെ ഈ വിദ്യാലയത്തിൻ്റെ ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്ത് വിരമിക്കുന്ന ശ്രീ കൃഷ്ണൻകുട്ടി മാസ്റ്ററിനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് 7ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും
ഈ ഗ്രാമത്തിൽ ഏതാണ്ട് 3 പതിറ്റാണ്ട് നമ്മളെല്ലാം ശുശ്രൂഷിച്ച ഡോക്ടർ മാധവൻ സാറിൻ്റെ മകൾ ഈ വിദ്യാലയത്തിൽ പഠിച്ചാണ് ഡോക്ടറായത്. അതിൻ്റെ ഓർമ്മയ്ക്കായി ദീപ്തി മാധവൻ, ഡോക്ടർ ദീപ്തി മാധവൻ ഇപ്പോൾ മിഷൻ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അവരുടെ വകയായിട്ട് ഡോക്ടറിൻ്റെ എൻഡോമെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും 3500 രൂപയും അതുപോലെ തന്നെ ട്രോഫിയും അവരെ വക ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ദീപ്തി മാധവൻ 6:30 ഇവിടെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെല്ലാം കുറേ വർഷങ്ങളായി നമ്മുടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റുന്ന ഡാൻസ് മാസ്റ്റർ അപ്പുക്കുട്ടൻ മാസ്റ്ററെയും അദ്ദേഹത്തെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ 1 വർഷമായി ഇവിടെ കരാട്ട പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന സാറ് ഗോപാലൻ സാറിനെയും ഇവിടെ ആദരിക്കുന്നുണ്ട്. ആ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നന്ദി പറയുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ ലീഡർ, സ്കൂൾ ലീഡർ എം മുഹമ്മദ് ഷബീബിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിനെല്ലാം പുറമെ ഇവിടെ വന്ന ഞങ്ങളോടൊപ്പം എന്നും എപ്പോഴും ഈ വിദ്യാലയത്തിനോട് സ്നേഹവും താല്പര്യവും കാണിക്കുന്ന നാട്ടിലെ നാട്ടുകാർ, അതുപോലെ തന്നെ രക്ഷിതാക്കൾ, നല്ലവരായ വിദ്യാഭ്യാസ പ്രേമികൾ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഈ ചടങ്ങ് കൃത്യം 1 മണിക്കൂർ കൊണ്ട് ഉദ്ഘാടന ചടങ്ങ് അവസാനിക്കും. അത് കഴിഞ്ഞാൽ 7 മണി മുതൽ 10 മണി വരെ കുട്ടികളുടെ കലാപരിപാടികളായിരിക്കും. അതെല്ലാം കണ്ട ശേഷം മാത്രമേ നമ്മുടെ രക്ഷിതാക്കളും മറ്റു കുട്ടികളെല്ലാം പോകാൻ പാടുള്ളൂ. ഈ വേദി വളരെ ഭംഗിയായി നല്ല രീതിയിൽ മത്സരങ്ങളും മറ്റുമെല്ലാം നടക്കട്ടെ. ഇവിടെ കൂടി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതിൻ്റെ അധ്യക്ഷനായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ സതീഷിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രധാന അധ്യാപകൻ ഉദ്ഘാടന ചടങ്ങിൻ്റെ സമയം നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രശസ്തനായ കർണാടക സംഗീതജ്ഞൻ ശ്രീ ചമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും പ്രശസ്തനായ കഥകളി ആചാര്യൻ ഗുരു കുഞ്ചുകുറുപ്പിൻ്റെയും പ്രശസ്തനായ വാദ്യകലാകാരൻ ചെതലി രാമമാരാരുടെയും അതുപോലെ തന്നെ പ്രശസ്തനായ മേജർ രാമസ്വാമി അവരുടെയും ജന്മം കൊണ്ട് പ്രസിദ്ധമായ കൊട്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ഈ വിദ്യാലയത്തിൻ്റെ 120ാമത് വാർഷികവും ഈ സ്കൂളിലെ സീനിയർ അധ്യാപകനും സ്റ്റാഫ് സെക്രട്ടറിയുമായ ശ്രീ കൃഷ്ണൻകുട്ടി മാഷിൻ്റെ യാത്രയയപ്പ് സമ്മേളനവും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട തരൂരിൻ്റെ MLA ശ്രീമാൻ PP സുമോദ് അവർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വേദിയിൽ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട കുഴൽമന്നം ബ്ലോക്കിൻ്റെ ആദരണീയ പ്രസിഡന്റ് ശ്രീമാൻ TK ദേവദാസ് അവർ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമാൻ R അഭിലാഷ് അവർ, പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സീനിയർ അധ്യാപിക ശ്രീമതി MB സുധ ടീച്ചർ, ബഹുമാനപ്പെട്ട 3ാം വാർഡിൻ്റെ മെമ്പർ ശ്രീ NK ശശിധരൻ അവർ, BRCയുടെ ട്രെയിനർ ഡോക്ടർ ജഷി ടീച്ചർ,
അതുപോലെ തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീമാൻ B. മുരളീധരൻ, MPTA പ്രസിഡന്റ് ശ്രീ ചിത്ര, മറ്റും പ്രിയപ്പെട്ട PTA എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, ബഹുമാന്യായ മാനേജർ സരസ്വതി അമ്മാൾ ടീച്ചർ, മറ്റും പ്രിയപ്പെട്ട PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, പൂർവ പ്രധാന അധ്യാപിക വിജയകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ള ലളിത ടീച്ചർ, ബാലസുബ്രഹ്മണ്യ മാഷ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ വിദ്യാലയത്തിലെ പൂർവ്വ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഏറ്റവും സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, കോട്ടായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ 4.5 വർഷം പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഈ 4.5 വർഷം പിന്നിടുന്ന ഈ വേളയിൽ കോട്ടായി ഗ്രാമപഞ്ചായത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ഒരു നേട്ടം കോട്ടായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നിരവധിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നിരവധിയായ കെട്ടിടങ്ങൾ കോട്ടായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അംഗനവാടി തലം മുതൽ കോളേജ് തലം വരെ പഠിക്കാൻ സൗകര്യമുള്ള ഒരു പഞ്ചായത്തായതുകൊണ്ട് തന്നെ നമ്മുടെ അയ്യച്ചാടി കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് പുതിയ കെട്ടിടം കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. ഹൈസ്കൂളിനകത്ത് പുതിയ കെട്ടിടങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ LP സ്കൂളുകളെല്ലാം ഇന്ന് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അത്തരത്തിൽ നിരവധിയായ വിദ്യാഭ്യാസ മേഖല നിരവധിയായ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞ 4.5 വർഷമാണ് കടന്നുപോയത്. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളികളുടെ, കർഷകരുടെ, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ത്രിതല പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ പരമാവധി നേടിയെടുത്തുകൊണ്ട് നമ്മുടെ കോട്ടായി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളാണ് കടന്നുപോയത്. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിക്കുന്നത് 2016 മുതൽ ഇങ്ങോട്ട് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഏറ്റെടുത്ത് നടപ്പിലാക്കിയിരുന്നത്. എന്നാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ, അല്ലെങ്കിൽ അടുത്ത അധ്യയന വർഷം മുതൽ കേരളത്തിൽ വിദ്യാഭ്യാസ രീതിയിൽ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്. പൊതുവിദ്യാഭ്യാസം എന്നതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി 1-ാം ക്ലാസ്സിൽ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണം എന്നത് പഠിപ്പിച്ചുകൊണ്ട് 2-ാം തലത്തിലേക്ക് വിടാനാണ് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ 1-ാം ക്ലാസ്സിൽ എന്ത് പഠിക്കണം അത് പഠിപ്പിച്ചുകൊണ്ട് 2-ാം ക്ലാസ്സിലേക്ക് വിടുമ്പോൾ, 2-ാം ക്ലാസ്സിൽ എന്ത് കുട്ടി പഠിക്കണം അത് പഠിപ്പിച്ചുകൊണ്ട് 3-ാം ക്ലാസ്സിലേക്ക് വിടുമ്പോൾ തീർച്ചയായിട്ടും അവൻ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ ആവശ്യമായ ഒരു കഴിവ് അവൻ ആർജിച്ചിരിക്കും. ഇതാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും കാതലായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം, കേരള സംസ്ഥാന സർക്കാരിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ചത്. ആ ബഡ്ജറ്റിൽ വളരെ വ്യക്തമായ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നടപ്പിലാക്കുമ്പോൾ അതിനാവശ്യമായ ഫണ്ടും കൂടി സംസ്ഥാന ഗവൺമെൻറ് വകയിരുത്തിയിരിക്കുന്നു. അതായത് 37,80,00,000 രൂപയാണ് അടുത്ത അധ്യയന വർഷത്തിൽ
കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന നമ്മുടെ പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന ഒരു അധ്യയന വർഷം കൂടിയായിരിക്കും തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു വീട്ടിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സൃഷ്ടിക്കുക എന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു പ്രാദേശിക സർക്കാർ എന്ന നിലയ്ക്ക് ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരു കുടുംബത്തിനെ സഹായിക്കുന്നതിൽ പരിമിതികളുണ്ട്. നമുക്ക് അവരുടെ കുടുംബത്തിന് ഏതെങ്കിലും ഒരു ചെറിയ ആനുകൂല്യങ്ങൾ കൊടുത്ത് മാത്രമാണ് ഒരു പ്രാദേശിക സർക്കാരിന് ഒരു കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി കഴിയുക. മറിച്ച് നല്ല വിദ്യാഭ്യാസം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൈടെക് രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഭാവിയിൽ ഉന്നത തലത്തിലെത്തുകയും അതുവഴി അവരുടെ കുടുംബത്തിലെ സാമ്പത്തിക പ്രയാസങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കാൻ കോട്ടായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആവോളം ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരും നാളുകളിൽ അതിൻ്റെ പ്രവർത്തനമായും തീർച്ചയായിട്ടും മുന്നോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സീനിയർ അധ്യാപികയായ ശ്രീമതി സുധ ടീച്ചർ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.